നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കൊടുക്കുന്ന ചോയ്സസ്, നമ്മൾ എടുക്കുന്ന ഡെയിലി ഹാബിറ്റ്സ്, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇമ്പോർട്ടൻസും തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. റിയൽ ആയിട്ടുള്ള കണക്ഷൻസ് എത്രമാണ്, ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് താഴോട്ട് പോകാൻ ഇടയായ ഒരു റീസൺ ആണ്. പ്രത്യേകിച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒക്കെ പറയുന്നത് 0 to 2 years നോ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു സ്ക്രീൻ, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കാർട്ടൂൺസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവരുടെ ബ്രെയിനും അങ്ങനെ കണ്ടീഷൻഡ് ആവും. ഈ പഠനത്തിന്റെ ഒരു മേഖല തന്നെ, വൈ ആർ വി സ്റ്റഡിങ് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഒരു മാർക്ക് നേടാനോ ഒരു റാങ്ക് നേടുന്നതിനപ്പുറം അറിവ് നേടാൻ, ആ വൈ ഫസ്റ്റ് സെക്യൂരിറ്റി, ആ 30-40+ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് പലതും നഷ്ടമായി. ഈ നഷ്ടത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ ശരീരത്തിന് 6 മാനസികപരമായിട്ടുള്ള 6 പാക്കുകളുണ്ട്. അത് എന്തൊക്കെയാണ്? ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്ത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഈ ഏരിയാസിനെ, ഇപ്പോൾ പ്രത്യേകിച്ച് വൈഡായിട്ടുള്ള ഏരിയ ആണ്, എന്നാൽ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു 6 കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ്ലി എനിക്കൊന്ന് സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ്. നമ്മുടെ സ്ക്രീൻ ടൈമിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണോ, അതെങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കൊടുക്കുന്ന ചോയ്സസ്, നമ്മൾ എടുക്കുന്ന ഡെയിലി ഹാബിറ്റ്സ്, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ആ ഒരു സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ സെൽഫ് കെയറിന് നമ്മൾ കൊടുക്കുന്നത്. സെൽഫ് കെയറിൻ്റെ അണ്ടറിൽ പല ഏരിയാസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾക്ക് ആ ഒരു ഏകാന്തത എന്ന് പറയുമ്പോൾ ഒരു ലോൺലിനെസ് എന്നല്ല, ഒരു സോളിറ്റ്യൂഡ്, ഒരു ഇൻറ്റൻഷനലി നമ്മൾ എടുക്കുന്ന ടൈം, മീ ടൈം, അത്തരത്തിൽ പല ഏരിയാസും നമ്മളുടേതായിട്ടുള്ളത് എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു, ഒരു സെൽഫ് കെയറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവും. പിന്നീട് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു വെർച്വൽ വേൾഡിൽ നമ്മളാകുമ്പോൾ റിയൽ ആയിട്ടുള്ള കണക്ഷൻസ് എത്രമാത്രം കുറവാണ്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് താഴോട്ട് പോകാൻ ഇടയായ ഒരു റീസണാണ്. അതുപോലെ ഇന്നത്തെ കാലത്ത് വലിയ ഒരു ക്രൈസിസായി മാറിയിരിക്കുന്നതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റിനുള്ള ഒരു റെസിലിയൻസ് പവർ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി എക്യുപ്ഡ് ആകുന്ന ഒരു മേഖലയിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് എന്ന് പറയുമ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വെക്കേണ്ട ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ഈ ഒരു കാര്യം, 6 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാത്തിനേക്കാളും ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ 6 കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഈ സ്ക്രീൻ ടൈമിങ് മാം ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രീൻ ടൈമിങ് നമ്മുടെ മാനസിക ഉല്ലാസങ്ങൾ, സന്തോഷങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം ഇത് റൈറ്റ് ഫ്രം ഒരു കുഞ്ഞുണ്ടാകുന്ന സമയം മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒക്കെ പറയുന്നത് 0 to 2 years നോ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഒരു സ്ക്രീൻ, അത് TV ഉണ്ട്, ഐപാഡ്, ഏത് സ്ക്രീൻ, ഫോൺ, ഏത് സ്ക്രീനാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ക്രീൻ ടൈം ഉണ്ടാക്കുന്നത് വളരെ ദോഷമാണ്. പ്രത്യേകിച്ച് ഈ അവരുടെ ബ്രെയിൻ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഈ സ്ക്രീൻ എക്സ്പോസ്ഡ് ആയി വരാൻ പോകുന്ന പ്രശ്നം അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഏരിയയിലാണ്. ഓക്കെ, മനുഷ്യനുമായിട്ട് ഇടപെട്ട് ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് അവർ ഓരോ വേർഡ്സ് പിക്ക് ചെയ്യുന്നത്, അവരത് പഠിക്കുന്നതും, ആ ഒരു ബോണ്ട് ക്രിയേറ്റഡ് ആവുന്നതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ടൈമിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ സ്ക്രീൻ ടൈം വന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ലാംഗ്വേജ് ഡിലേ ഉണ്ടാവാനും അതിനോടൊപ്പം ഈവൻ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എപ്പോഴും നമ്മൾ മാതാപിതാക്കൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനാണ് ആ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ഇവരെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്നാണ് ഇവർ പഠിക്കുന്നത്. ഓക്കെ, ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ആശയവിനിമയം നടത്തുമ്പോൾ തിരിച്ച് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ പോലും പിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പം കാർട്ടൂൺസാണ് വെച്ച് കൊടുക്കുന്നത്. അവർ പിക്ക് ചെയ്യുന്നത് പോലും കാർട്ടൂണിഷ് ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ചിലപ്പോൾ എൻ്റെ കുഞ്ഞ് ഭയങ്കര ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, പക്ഷെ അവർ പിക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈമിൽ നമ്മൾ അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം കൊടുക്കുമ്പോഴത്തേന് അവരുടെ മറ്റ് കഴിവുകളെയും ബാധിക്കും. ഇപ്പോൾ 2 to 5 years നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ½ an hour കൂടുതലൊക്കെ ഈ സ്ക്രീൻ ടൈം, അതും എന്താണ് ഇവർ വാച്ച് ചെയ്യുന്നതെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള കാർട്ടൂൺസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവരുടെ ബ്രെയിനും അങ്ങനെ കണ്ടീഷൻഡ് ആവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടീഷൻഡ് ആകുമ്പോഴത്തേന് ഇവർക്ക്
നമുക്ക് നോർമൽ ലൈഫിലുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അതെ അതെ അതുപോലെ ഭയങ്കര കളേഴ്സ്, ഭയങ്കര ഓവർ സ്റ്റിമുലേഷനാണ്. ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം. അതെ അപ്പം ഇത് ഇവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസിനെ ഇങ്ങനെ ബാധിക്കുക. അതായത് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, അറ്റൻഷൻ സ്പാൻ, ഒരു കാര്യത്തിൽ തന്നെ ഒരു സ്പാൻ, ഒരു സമയം, ഒരു ദൈർഘ്യം വേണ്ടുന്ന രീതിയിൽ അവർക്ക് ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, ഇതെല്ലാം കോംപ്രമൈസ്ഡ് ആവുക. അപ്പോൾ ഈ ടീനേജിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കുട്ടികൾ കഴിഞ്ഞ് ടീനേജിലേക്ക് വരുമ്പോൾ ഇവർ ഈ സ്ക്രീൻ ടൈമിംഗ് എങ്ങനെയാണ് അവർ ബാധിക്കുക? ഇതേ രീതിയിൽ ഈ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽസാണ് ഇതെല്ലാം. അറ്റൻഷൻ സ്പാൻ, ഫോക്കസ്. അപ്പം അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടും പഠിക്കാൻ ആ ഒരു കഴിവില്ല, ആ സബ് സ്കിൽസ് ഇല്ല. അപ്പോൾ ഈ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് ഇവർ പഠിക്കാൻ നോക്കിയാലും പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ നോക്കിയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബോറടിക്കും. ഇപ്പം നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു ഓഡിയോ കേൾക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പീഡ്. അപ്പം നമുക്ക് ഈ 2x സ്പീഡിലൊക്കെ നിന്നിട്ട് സാധാരണ ഒരു പേസിൽ കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ബോറടിക്കും. അത് നമ്മുടെ ബ്രെയിനിന് താങ്ങാൻ പറ്റാത്തതാവും. അപ്പം ഇതേ രീതിയിൽ ഈ കുഞ്ഞുങ്ങളും കണ്ടീഷൻഡ് ആവുകയാണ് ഫാസ്റ്റ് ആയിട്ടുള്ള പേസിൽ. അതുപോലെ തന്നെ എക്സസീവ് സ്ക്രീൻ ടൈം ചെയ്യുന്നത് ഒരു പ്രശ്നം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഒരു വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞൊരു ഏരിയ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, എക്സസീവ് ആയിട്ടുള്ള. അപ്പം ഈ പാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോറായിട്ടുള്ള കുറേ സ്കിൽസ് ചെയ്യുക എന്നുള്ള, അതായത് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, ഈ ഫോക്കസ്, അറ്റൻഷൻ സ്പാൻ, ഇത്തരത്തിലുള്ള ഭയങ്കര പ്രധാനപ്പെട്ട അക്കാഡമിക് സ്കിൽസിനെ ബാധിക്കുന്ന പല ഏരിയാസുമാണ് ഈ മാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, ബ്രെയിൻ ഏരിയ ചെയ്യുന്നത്. ഇത് ഷ്രിങ്ക് ആയിപ്പോയാൽ അത് ചെയ്യാനുള്ള ആ ഫങ്ഷനാണ് അഫക്റ്റ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വേണ്ടുന്നതായിട്ടുള്ള, ജോലിക്ക് ആവശ്യമായിട്ടുള്ള, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസിൽ നിന്ന് ഇവർ വളരെ പുറകോട്ടാവും. ഈവൻ 12 years ആകുന്നവർ പോലും ഇത്തരത്തിലുള്ള സ്ക്രീൻ അഡിക്ഷൻ കാരണം പല പ്രശ്നത്തിലേക്ക് പോയി ഡോക്ടേഴ്സിൻ്റെ അടുത്തിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഓട്ടിസം ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ കുഞ്ഞുങ്ങൾ കാണിക്കും. മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ, തന്നെ ഇരിക്കാൻ ഇഷ്ടം, ആ ഒരു ഇൻട്രാക്ഷനിൽ അവർക്ക് കേപ്പബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഒറ്റപ്പെട്ടിരിക്കും. അതുപോലെ നമുക്ക് ഈ ജപ്പാനിലുമൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ ട്രെൻഡാവുന്നൊരു വേർഡുണ്ട്, ഹിക്കിക്കൊമാരി. ഓക്കെ, ഹിക്കിക്കൊമാരി എന്ന് പറയുന്നത് തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഐസൊലേഷനിലേക്ക് വരുവാണ്. ഓക്കെ, അതായത് അവർക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാൻ. അപ്പോൾ യങ് അഡൾട്ട്സ് ആയിട്ടുള്ളവർ ഫിസിയോളജിക്കലി അലൈവ് ആണ്, പക്ഷേ സൈക്കോളജിക്കലി വിത്ഡ്രോൺ ആണ്. ഓക്കെ, അപ്പോൾ അവർ ജീവിക്കുന്നുണ്ട്, അവർക്ക് ജീവനുണ്ടെങ്കിലും അവർക്ക് ആ ഒരു അഡൾട്ട് ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഫേസ് ചെയ്യത്തക്കോണം എക്യുപ്ഡ് അല്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ക്രീൻ ടൈമിനെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഹിക്കിക്കുമാരി ജനറേഷനാണ്. ജെൻസി പിള്ളേർ അതേ ടൈപ്പ് ആൾക്കാരാണോ? അങ്ങനെ നമ്മൾ ആ ഒരു ജെൻസി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അവരെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തണ്ട. ഓവറോൾ ഈവൻ പ്രായമുള്ളവരൊന്ന് നോക്കിയാൽ എല്ലാവരും ഇതിനകത്താണ്. ഈ പ്രായമുള്ള ആൾക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതാണ് നമ്മൾ ഒരു രീതിയിൽ നോക്കേണ്ടത്. ഈ അക്കാഡമിക് ലൈഫും കരിയറും അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആയതുകൊണ്ടാണ് ജെൻസിനെ നമ്മൾ കൂടുതൽ പിടിക്കുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായമുള്ളവരിലേക്ക് ഇതാകുമ്പോഴത്തേന് ബ്രെയിൻ റോട്ട് പോലുള്ള അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പം എല്ലാ ഏജുകാർക്കും ഇത് ബാധകമാണ്. അപ്പം ബ്രെയിൻ റോട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊരു അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള അത്തരത്തിലുള്ളത് വൾണറബിലിറ്റി കൂട്ടും. നമ്മളൊരു എക്സസീവായിട്ട് സ്ക്രീൻ ടൈമിൽ ചുമ്മാതെ നമ്മളിങ്ങനെ ഒരു പ്ലാൻഡ് അല്ലാതെ ചുമ്മാ ഡൂം സ്ക്രൂളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആണ് കൂടുതലും നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഒരു പ്രോപ്പറായിട്ട് ചിന്തിക്കാനും പറ്റാത്ത രീതിയിൽ ഒരു ഡിജിറ്റൽ ഡിമെൻഷ്യയിലായിട്ട് പോകാനുള്ളൊരു സാധ്യത കൂടും. ഈ പ്രായമുള്ള ആൾക്കാർ ഇതിൽ നിന്ന് മാറ്റാൻ എന്താ ചെയ്യുക? പ്രത്യേകിച്ച് ഇപ്പം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും സംസാരിക്കുവാണ്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് ചെയ്യാൻ, ഇപ്പം സാമൂഹികമായിട്ടുള്ള പല കാര്യത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ സഹായിക്കാനും അവരുടെ ലൈഫിൽ ഇൻവോൾവ് ആവാനും നമുക്ക് സമയം ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യുവാണ് ഉണ്ടായത് ഈ ഒരു ഡിജിറ്റൽ ഒരു മീഡിയ വന്നപ്പോൾ. നമുക്കിപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ഇഷ്ടമല്ല. നമ്മളുടെ സ്വന്തം ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുമ്പോൾ എവിടെയൊക്കെയോ നമ്മളും ചുരുങ്ങി പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കുള്ള പൊട്ടൻഷ്യൽ, നമുക്ക് എന്തുമാത്രം ഈ ലോകത്തിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ സ്കിൽസും നമ്മുടെ മെൻ്റൽ ഹെൽത്തും അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ വൾണറബിൾ ആവുകയാണ്, നമുക്ക് ഉണ്ടായിരുന്ന സ്കിൽസും ഇല്ലാതാവുകയാണ്. അപ്പം വെരി ഇമ്പോർട്ടൻറ്റ്
ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു ബാലൻസ് വേണം. നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ ഞാനില്ല അങ്ങനൊന്നും അല്ല. ബട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇതൊരു ടൂൾ മാത്രം. ഇതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, എന്ത് കാണുന്നു, അതൊരു പേർപ്പസ്ഫുള്ളായിട്ട് ആ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടൈം അതെന്നെ കൺട്രോൾ ചെയ്യാതെ ഞാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ആവുന്നത്. പ്രത്യേകിച്ച് ഈ 0 to 2 years വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജാണ്. നമുക്കറിയാം ഈ ചിലപ്പം ഒത്തിരി നാൾ കുഞ്ഞുങ്ങളെ കിട്ടിയ പേരൻസ് ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു കംഫർട്ട് സോണിന് വേണ്ടി അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും ആ ഒരു കംഫർട്ട് സോണിനും ആയിരിക്കും ചിലപ്പോൾ ഫോൺ കൊടുത്തു തുടങ്ങുന്നത്. ചിലപ്പോൾ അവരെ കഴിപ്പിക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ പേരൻസിൻ്റെ കാര്യങ്ങൾ സുഗമമായിട്ട് ചെയ്യണമെങ്കിൽ ഇവരെന്തിനകത്തേലും എൻഗേജ്ഡ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം പക്ഷേ അത് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി കേസസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരു മാതാവിൻ്റെ ആ ഒരു കണ്ണുനീരാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ഷി വാസ് ലൈക്ക് എനിക്കൊന്ന് 6 or 7 years കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞ്. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു സ്കൂൾ ഏജായി, 4-5 years ആയി. അപ്പോഴാണ് ഈ അമ്മ റിയലൈസ് ചെയ്യുന്നത് പോലും ഈ കുഞ്ഞിന് സംസാരിക്കാൻ ഉള്ള ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇല്ല. ഈ ഫോണിനകത്തുനിന്ന് മാറ്റാൻ നോക്കുമ്പം ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഭയങ്കര സ്ക്രീമിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടാൻട്രംസ് ആണ്. അതിന് കാരണം തന്നെ പിന്നെ ഫോണിലോട്ട് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം അപ്പോഴും ആ അമ്മ അതിൻ്റെ ഡെപ്ത് റിയലൈസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ജനിച്ച് വീണപ്പം തൊട്ട് എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക എന്നുള്ളൊരു മട്ടിൽ അതിനെ ഒക്യുപ്പൈഡ് ആയിട്ടിരുത്താൻ, ബോറടിപ്പിക്കാതെ എൻ്റെ കുഞ്ഞിനെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ആ ഒരു ടൈം ഗ്യാപ്പിൽ അത് കോംപ്രമൈസ്ഡ് ആവുകയാണ്. സംസാരിച്ചാലും ആ ഒരു നമ്മളിപ്പോൾ ഈവൻ ഫീഡിങ് ടൈമിൽ പോലും അമ്മമാർ ഫോണിലായിരിക്കും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പേരൻസ് എന്തുമാത്രം കുഞ്ഞുങ്ങളോട് ഇൻവോൾവ് ആണ്. റൈറ്റ് ഫ്രം ഫീഡിങ് ടൈം ആ ഒരു ബോണ്ട് ക്രിയേറ്റഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് ക്രിയേറ്റഡ് ആവേണ്ട സാധ്യതയുള്ള സമയങ്ങളിൽ ഈ കുഞ്ഞു മനസ്സുകളിൽ കൊടുക്കുന്ന ഐ കോണ്ടാക്റ്റ്, നമ്മൾ ചിലപ്പോൾ അവരൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ശബ്ദം, ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അവിടുന്ന് ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വരുമ്പോഴത്തേന് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇല്ലാതാവാം. പിന്നീട് കുഞ്ഞുങ്ങളുടെ വേൾഡിൽ ആ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് കിട്ടുന്നത് മാത്രം, പ്രത്യേകിച്ച് ഫോണുകൂടെ കിട്ടിക്കഴിയുമ്പോൾ അവരവരുടെ ലോകത്ത് അത് ഭയങ്കരമായിട്ട് അവരുടെ യങ് ബ്രെയിൻ വളരുന്ന ആ ഒരു ചെറിയ പ്രായത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യും. അതുപോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓർക്കുക. ഒരു കടയിൽ ഒരു ഷോപ്പിൽ പോയപ്പം ഒരു കുഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളുടെ കൂടെ അവന് കളിക്കണമെന്നുണ്ട്. പക്ഷേ വരാൻ നോക്കുമ്പോഴത്തേനും വിടുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു വിട്ടോ കളിച്ചോട്ടെ. പറഞ്ഞു വിട്ടാൽ ശരിയാകത്തില്ല, ചിലപ്പം കടയിൽ നിന്ന് വെളിയിൽ നിന്ന് റോഡിലോട്ട് ഓടിപ്പോവും. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്താണ് എന്ന് ചോദിച്ച് സംസാരിച്ച് വന്നപ്പോൾ പറയാണ് ഈ പറഞ്ഞതുപോലെ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം കൊണ്ട് കൊടുത്തത് ഫോണാണ്. ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വന്ന് അറ്റൻഷൻ ഡെഫിസിറ്റായി ഈ കുഞ്ഞിനെ ഇപ്പോൾ സ്കൂളിൽ ഇരുത്താനോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു സെറ്റിങ്സിൽ ഇരുത്താനോ പറ്റത്തില്ല. ഇനിയും അതിനകത്തൊരു ഡീടോക്സിഫിക്കേഷനും ഇതിനകത്തൊന്ന് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു ജേർണിയിലാണെങ്കിൽ പോലും ഈ ഷോപ്പിൽ വന്ന് ഈ അമ്മയോട് ഇരുത്തണമെങ്കിൽ ഫോൺ കൊടുത്താലേ പറ്റത്തുള്ളൂ, ഹെൽപ്ലെസ്ലി. സോ ഇത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് ഈ 3 to 7 ഈ 7 yearsനുള്ളിൽ നമ്മൾ വെക്കുന്ന ബൗണ്ടറീസ് ആണ് ഏറ്റവും കൂടുതൽ ഇവരെ പിന്നീടുള്ള ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. 14ാമത്തെ വയസ്സിൽ നമ്മൾ ഇവരെ പിടിക്കാൻ പോയാൽ നടക്കൂല. ഈ ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന കുട്ടികളെ എങ്ങനെയായിരിക്കും നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക? അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തഡോളജീസ് ഉണ്ട്. അപ്പം ഈ നാച്ചുറലി ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു ബ്രെയിനിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് വേറെ. അതിന് പകരം ഇത്തരത്തിൽ ഈ കാരണങ്ങളാൽ നമ്മൾ ഹൈപ്പർ ആക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ രണ്ടും നമ്മളൊന്ന് തിരിച്ചറിയണം. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഓട്ടിസം ഇതേപോലെ തന്നെ ഒരു ബ്രെയിനിന്റെ കണ്ടീഷനായിട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെ ഇൻഡ്യൂസ്ഡ് ആകുന്നതുമുണ്ട്. അപ്പം നമ്മൾ ശരിക്കും നോക്കിയാൽ ഒരു നോർമലായിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് അബ്നോർമൽ ആക്കാൻ കഴിയും. അത് പേരൻസിൻ്റെ ഒരു ചോയ്സസ്, ആ ബൗണ്ടറീസ് പ്രോപ്പർലി സെറ്റ് ആക്കാത്തത് കൊണ്ടാണ്. ഇത് പേരൻസിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് 0 to 2 years നോ സ്ക്രീൻ, 2 to 5 years 6 years ഒരു ഹാഫ് ആൻ അവർ അത്തരത്തിലുള്ള. പക്ഷെ ആ ടൈമിൽ എന്താണ് കാണുന്നത്? ഇപ്പം കാർട്ടൂൺസിനല്ല പ്രശ്നം. കാർട്ടൂൺസിൽ കാണുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ സ്പീച്ച് നടക്കുന്ന ഒരു സ്ലോ പേസിലൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ളത് വെക്കുകയാണെങ്കിൽ അത്രയും ഇവരുടെ ബ്രെയിനിനെ ബാധിക്കുന്നതല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈവൻ കളർ സ്റ്റിമുലേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ടിവിയുടെ തന്നെ കളർ സെറ്റിങ്സ് കുറയ്ക്കുന്നത് പോലും റിസർച്ചസ് കാണിക്കുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് കുറയ്ക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഓവർ സ്റ്റിമുലേഷൻ ആവാതിരിക്കാൻ വേണ്ടി. അപ്പം ഇത്തരത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ
നമ്മളുടെ പല കാർട്ടൂൺസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഭയങ്കരമായിട്ട് ഇവരെ ഹൂക്ക് ചെയ്ത് നിർത്തുന്ന രീതിയിൽ ഇതിനകത്തൊന്ന് കണ്ണെടുക്കരുത് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ അതിനകത്ത് വയസ്സായിട്ട് ഇൻറ്റൻഷനായിട്ടുള്ള സ്റ്റെപ്സ് ചിലത് എടുക്കണം. ഒന്ന് നോക്കിയാൽ ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ബുക്സ് ആയിരിക്കും കാണുന്നത്. അവരുടെയൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡ് ഒരിക്കലും ഈ ഗാഡ്ജറ്റ്സിനകത്തല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ഇതിനകത്ത് അവരുടെ ആ ഒരു കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില സ്റ്റെപ്സ് എടുക്കുന്നത് മൂലം. അതുകൊണ്ട് അവിടെ നമ്മൾ ഭയങ്കര ബോധവാന്മാരായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കണം. കാര്യം നമ്മളുടെ രാജ്യത്തിൽ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതും, പ്രത്യേകിച്ച് നമ്മൾക്ക് ആ ഒരു ഇവരാണ് നെക്സ്റ്റ് ജനറേഷൻ, അവരെ നമ്മൾ ഡംപാക്കിയാൽ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? ഈ പല ബന്ധങ്ങളും നമ്മൾ നശിപ്പിക്കാറില്ലേ? ഈ ബന്ധങ്ങളാണ് ഭവനങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ലോൺലിയാണ്. അവർക്ക് അവർ പറയുന്നത് വീട്ടിലെല്ലാവരും ഉണ്ട്, പക്ഷെ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ കുഞ്ഞു കുട്ടികൾ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ പേരൻസിനെ ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ ഒരു സ്റ്റഡിയിൽ ഇങ്ങനെ പറയുന്നത് അവരുടെ ക്ലോത്തിലോ എവിടെയെങ്കിലും ഒരു ക്യാമറ ഫിറ്റ് ചെയ്താൽ എപ്പോഴും ഈ പേരൻസിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇവരുടെ നോട്ടം പോകുന്നത്. അത് പക്ഷേ അത് ഒരു വളരെ ചുരുങ്ങിയ നാളുകൾ അങ്ങനെ പെതിയെ ആ ഒരു കണ്ണുകൾ പോകും. അപ്പൊ ആ ടൈമിൽ ആം ഐ സീൻ, എന്നെ കാണുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നത് വാലിഡേറ്റഡ് ആവുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ, ഞാൻ നീഡഡ് ആണോ, ഇത്തരത്തിലുള്ള ഐഡന്റിറ്റിയെ ഫോം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിൽ നിന്നുള്ള റെസ്പോൺസസിൽ നിന്ന് അവരിങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ബിസിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പോലും നമ്മൾ അതിനകത്ത് ഫുള്ളി പ്രസന്റ് അല്ല എന്നുള്ള ഒരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ലിക്കും. നമ്മൾ ഫുള്ളി അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ന് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഞാനൊരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിൽ അതിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസും ഞാൻ ഈ കോൺവെർസേഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവിടെ കുറയുക. അതിന് പകരം ഞാൻ ഫോൺ കാറി വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ദിസ് കോൺവെർസേഷൻ മീൻ സംതിങ്, അതിന് ഭയങ്കര ഒരു ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ല, ഈ ഒരു കാര്യത്തിന് കൊടുക്കുക. അപ്പം ഇതേപോലെ കുഞ്ഞുങ്ങളുടെ ആ ഒരു പ്രസൻസിൽ നമ്മൾ ഇരിക്കുമ്പോഴും അവർക്ക് എന്തുമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞ് കേക്ക് ആ ഒരു മൂളലിലൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് മനസ്സിലാവും അമ്മ ഏതോ ലോകത്ത്, പുള്ളി ഇവിടെ ഇല്ല. പെതിയെ അവർ വിഡ്രോണം. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ വളരെ യങ് ആയിട്ടുള്ള ഒരു ഏജിലുള്ള കുഞ്ഞ് പറഞ്ഞൊരു കാര്യം, 3-4 പ്രാവശ്യം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തി. അപ്പം ഈ കുഞ്ഞ് പറഞ്ഞത് എനിക്ക് എപ്പോഴാണ് ഈ ഒരു തോട്ട് വരുന്നതെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പോൾ ഈ ടെൻഡൻസീസ് ഉള്ളപ്പോൾ ഈ കുഞ്ഞ് പറയുന്നത് എനിക്ക് വീട്ടിലെല്ലാവരും ഉണ്ട്, പക്ഷേ സംവെയർ ഐ ഫീൽ ഐ എം നോട്ട് വാണ്ടഡ്, ഞാനില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നൊക്കെയുള്ള തോട്ട്സ് വരുവാണ്. അതുപോലെ ഈ വേറൊരു കുഞ്ഞ് പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാവരും ചുറ്റിലും പാരൻസും ഉണ്ട്, അവരെനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഐ മിസ് ഹിം. ആ ഗ്രാൻഡ് ഫാദറിൽ നിന്നായിരുന്നു എനിക്ക് അറ്റൻഷൻ കിട്ടുന്നത്. എനിക്ക് ആ ഒരു ഐ ആം ലവ്ഡ് എന്നൊരു ഫീലിംഗ് അവിടെ നിന്നായിരുന്നു. അപ്പോൾ ആ ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ട് ഏകദേശം 1 വർഷമായി, പക്ഷെ ഇപ്പോഴും ആൾ അതിനകത്ത് നോവറല്ല, അതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അത് കൂടുതൽ ഈ കുഞ്ഞിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാം. സ്വന്തമായിട്ട് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബോണ്ടിങ് ഇല്ലാത്തപ്പം എനിക്ക് ഒന്നും ആലോചിച്ച് നോക്കാം, എനിക്ക് ആരും ഇല്ല, എൻ്റെ ഒരു മനസ്സൊന്ന് തുറന്ന് പറയാൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഐ വോണ്ട് ടു ഷെയർ സംതിങ്, അല്ലെങ്കിൽ എനിക്ക് വൾണറബിൾ ആവാൻ പറ്റുന്നില്ല. ഞാൻ എന്താണ്, പ്രത്യേകിച്ച് ചിലപ്പം എനിക്ക് ഒത്തിരി ഫോളോവേഴ്സ് കാണും, ഒരുപാട് പേര് ചുറ്റും ഫാൻസായിട്ട് കാണും, പക്ഷെ ഞാൻ ആരാണ് എൻ്റെ ഉള്ളിലുള്ള am I okay എന്ന് ചോദിക്കാൻ പോലും ഒരാളില്ലാത്തൊരവസ്ഥ എന്ന് ഓർത്തേക്കാം. അപ്പം ഒരു പക്ഷേ അവർ പോകുന്ന ആ ഒരു ക്രൈസിസ് ഷെയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ ആയിരിക്കാം, ഒരു പക്ഷേ ആ ഒരു ലോൺലിനെസ്, ഒരു ബിലോങ്ങിങ് ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി. നമുക്ക് ചിലപ്പോൾ ഭയങ്കര കണക്ഷൻസ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടോ, എന്നെ ഞാനായിട്ട് അറിയാവുന്നവർ എത്ര പേരോട്ട്, ഞാനിതാണ്, എൻ്റെ ഫിയർ ഇതൊക്കെയാണ്, എൻ്റെ പേടി ഇതാണ്, എനിക്കിത് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഞാനിപ്പോഴും പറയാം, അറ്റ്ലീസ്റ്റ് 3 to 5 ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇന്നർ സർക്കിൾ നമുക്ക് വേണം. ഓക്കെ, 3-5 കൂടുതൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. മിനിമം 3 പേര്, നമ്മളെ അറിയാവുന്ന ഒരു മിനിമം 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വർത്ത്. മനസ്സിലായി? കാര്യം ഞാനിപ്പോൾ ഇതിൽ കൂടെ കടന്നു പോവുക, എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന
ഒന്നും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ ഹു ക്യാൻ ബി വിത്ത് മീ, എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന, എന്നെ ജഡ്ജ് ചെയ്യാതെ അവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണേലും വൾണറബിൾ ആകാൻ, എപ്പം വേണേലും ഒന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇത്തരത്തിൽ നമ്മൾ കണക്ഷൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം, നമ്മൾ ബന്ധങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ഇപ്പോൾ ഒരു മനുഷ്യന് വ്യക്തിപരമായിട്ട് 3 ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിപ്പം നമുക്കിപ്പോൾ സെയിം ഏജിലുള്ളവരെ കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോൾ ക്ലാസ് റൂമിൽ തന്നെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ആ ഒരു ഗ്യാങ് തെറ്റുമ്പോൾ തന്നെ അവർ വൾണറബിൾ ആണ്, എനിക്ക് നീ ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് പോവാണ്. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ വേണം. ചിലപ്പോൾ നമ്മളുടെ പേരന്റിൽ ഒരാളായിരിക്കാം നമ്മുടെ ഫ്രണ്ടായിട്ട് വന്നത്, ചിലപ്പോൾ നമ്മളുടെ ഒരു കസിൻസ് ആയിരിക്കാം, കസിൻസിലൂടെ എന്തുവാകാം, അല്ലെങ്കിൽ ചർച്ചിലെ ഒരാളായിരിക്കും. നമ്മൾ പോകുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മുടെ സെയിം ഏജിലുള്ളവരായിരിക്കാം. പക്ഷെ നമുക്ക് ആ ഒരു വൈബിൽ നമുക്ക് എല്ലാം തുറന്ന് പറയാം, എനിക്ക് തുറന്ന് കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ കുറഞ്ഞത് ഒരു 3 പേരുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും കേൾക്കാനും കേട്ടിരിക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന് പറയുന്ന ഒരു റിലേഷൻ, ആ ഒരു ബിലോങ്ങിങ്നെസ് നമുക്ക് വേണം. ഈ കണക്ഷനാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. നമുക്ക് വി നീഡ് പീപ്പിൾ. നമ്മൾക്ക് ഈ പറയുന്ന വി നീഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് ഒത്തിരി ഫോളോവേഴ്സിന്റെ കണക്കിലും ഫ്രണ്ട്സിന്റെ ലിസ്റ്റിലും ഒത്തിരി പേര് കാണും. പക്ഷെ റിയൽ കണക്ഷൻസ് നമുക്ക്, കാര്യം നമ്മൾ പറയാം ഇപ്പം തീർച്ചയായിട്ടും സോഷ്യൽ വേൾഡിൽ നമുക്ക് കണക്ഷൻസ് വേണം. അതൊക്കെ ഒരു ബ്രിഡ്ജാന്ന് പറയാം. നമുക്ക് ചിലപ്പം ഒരു കാര്യങ്ങൾ പഠിക്കാനും ഓരോ കാര്യങ്ങൾ കണക്റ്റഡ് ആവാനും ഓരോ ബ്രിഡ്ജാന്ന് പറയാം. പക്ഷെ നമുക്ക് ബ്രിഡ്ജിൽ നമുക്ക് വീട് പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഹോം ആവാൻ പറ്റുന്ന ഒരു 3 പേരെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. മാമിന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ജസ്റ്റ് കരയാൻ മാത്രം വന്നു പോലെ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഈ പറയുന്ന പോലെ ഒരു ഇച്ചിരി ദൂരത്ത് പോയി ഒരു സ്കൂളിൽ പോകണമായിരുന്നു. അതായത് ഇവിടെ ഒന്ന് ട്രാവൽ ചെയ്ത് കുറേ പോയി ഒരു സ്കൂളിൽ ചെന്നപ്പം, എന്നിട്ട് ആ കുട്ടി കൗൺസിലിംഗ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ വിളിച്ചു. മാം ഇത്രയും ദൂരം വന്നത് എനിക്ക് വേണ്ടി മാത്രം, യു ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ത്രൂ. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയോട് അന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ഒരു ടുവേർഡ്സ് എൻഡ് ഈ കുഞ്ഞ് പറഞ്ഞത്, മാം വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്നുള്ളത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോളൊക്കെ ശരിക്കും ഇപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു ടൈം ഡിലേ പോലും എന്തുമാത്രം ഒരു ഈ ടീനേജുകാർ കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള റീസൺസ് എന്താണ്? പല റീസൺസാണ്. ഇപ്പം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക് ഡൗൺ ആയതായിരിക്കാം, ചിലപ്പം ഫാമിലീസിൽ തന്നെ ഉള്ള ഒരു ബ്രോക്കൺ ഫാമിലി ഒരുപാട് ഉണ്ട്. അപ്പം അവർക്ക് ആരും ഇല്ല. ബ്രോക്കൺ ഫാമിലീസും കൂടെ ആകുമ്പം അവർക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാനോ അവരെ ടേക്ക് കെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നതുകൊണ്ട്, അപ്പം ഒരു പക്ഷേ നമ്മൾ അവരുടെ ആ ഒരു സേഫ് സോൺ ആകുമ്പോൾ, ഒരു പക്ഷേ നമ്മളൊന്ന് അവർ തന്നെ ഇങ്ങോട്ട് വന്നൊന്ന്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഹഗ് ചെയ്യാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പായിരിക്കാം അവരുടെ വേൾഡിനെ ചേഞ്ച് ചെയ്യുന്നത്. ഒരു പക്ഷേ കുറേ നേരം ഇരുന്ന് കരയുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവരുടെ കൈ ഒന്ന് പിടിച്ച് സംസാരിക്കുന്ന മൊമെൻ്റ് ആയിരിക്കും അവർക്ക്, ഓക്കെ ഐ ഹാവ് സമ്മൺ, എനിക്ക് നീ വിളിക്കാൻ ഒരാളുണ്ട്, എന്നെ കേൾക്കാൻ ഒരാളെന്നുള്ള ഒരു ഫീല് പോലും അവർക്ക് അപ്പോൾ ആയിരിക്കും കിട്ടുന്നത്. അത് പിന്നീട് അവർക്കുള്ള ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ, അന്ന് ഞാൻ സ്കൂളിൽ പോയപ്പം അവൾ ഓപ്പൺ അപ്പ് ചെയ്തു, നമ്പർ മേടിച്ചു. നെക്സ്റ്റ് ദിവസം ഒരു ക്രൈസിസ് വന്നപ്പം ഷീ ഹാസ് എ പ്ലേസ്, ഒരു സേഫ് സോൺ ഉണ്ട്, വിളിക്കുക, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഇപ്പോൾ എനിക്കറിയാം. ഇപ്പോൾ ഓരോ എക്സാമിന് പോകുന്നതിന് മുമ്പേ മാം ഇന്ന് എനിക്ക് എക്സാമാണ് പ്രാർത്ഥിച്ചോടെ, ആ ഒരു കണക്ഷനാണ്. ബട്ട് ഉള്ളിൽ അവൾക്ക് വീട്ടിൽ റിയലായിട്ട് ആ ഒരു സ്പേസിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിയലി ഇപ്പോഴും അവൾക്കാരും ഇല്ല. അതാണ് ഇപ്പോഴും സിറ്റുവേഷൻ. പക്ഷേ അവിടെ നമുക്കൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഒരു 5 മിനിറ്റ്സ് ആയിരിക്കാം, നമ്മൾ കേൾക്കാൻ ഫുള്ളി കൊടുക്കുന്ന ഒരു അറ്റൻഷൻ ആയിരിക്കാം. അപ്പം നമ്മൾക്കും ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ബന്ധങ്ങളായിട്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളൊന്ന് റെഡി ആവുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കേട്ടിരിക്കാനും ആ കുട്ടി ആ ഒരു ബിലോങ്ങിങ് ഫീലിംഗ്, ഒരു ഹോം ആവാൻ പറ്റും. ഓക്കെ, ഹോം, ആ ഒരു സേഫ് പ്ലേസ്. അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മളൊന്ന് ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനേ സമയമുള്ളൂ. നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് ആരിലുണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ലൈഫിൽ പർപ്പസ് ഇല്ല എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സോൺ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മളുടെ വീട്ടിൽ തന്നെ കാണും. നമ്മളുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ തന്നെ ഒന്ന് നോക്കിയാൽ തന്നെ പലപ്പോഴും നമ്മൾ ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവും
അവരും വൾണറബിളായിട്ട് ഒരു വല്ലാത്ത സ്ഥിതിയിലിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഒരു കണക്ഷൻ മീൻ ചെയ്യുന്നത്. നമുക്ക് മുമ്പേ ചോദിച്ചു കുഞ്ഞുങ്ങൾ വന്ന് കരയാൻ വേണ്ടി മാത്രം വരുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരാളുടെ ഹോം ആവാന്ന് പറയുമ്പോഴേ നമുക്ക് എന്തും അവിടെ ആകാൻ പറ്റില്ല. നമ്മൾ എന്താണോ അതുപോലെ. അപ്പോൾ കരയാൻ തോന്നിയാൽ നമുക്ക് കരയാൻ പറ്റും. നമുക്ക് ദേഷ്യമാണെങ്കിൽ അത് ഉള്ളതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഒരു കാര്യത്തിൽ കടന്നു പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സ്പേസിൽ നമുക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓക്കെ ടു ക്രൈ, ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ. ഇത്തരത്തിൽ എനിക്ക് എന്താണോ അതാകാൻ പറ്റും. ആൻഡ് എപ്പോഴും ഞാനൊരു പെർഫെക്റ്റിലും ഒരു പെർഫോമൻസ് മോഡിലും എല്ലാം പെർഫെക്റ്റ് ഇതിലും മാത്രമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. പകരം എന്തൊക്കെയാണെങ്കിലും എത്ര വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും എക്സ്പ്രസ് ചെയ്ത് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടൈമിലും അറ്റൻഷനിലും ആ വ്യക്തിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു വേർഡ്സും അവിടെ എക്സ്പ്രസ് ചെയ്യാനില്ലെങ്കിലും ജസ്റ്റ് ബീങ് ദെയർ. ചിലപ്പോൾ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ ഒന്ന് കൈ ഒന്ന് കൊടുത്തിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി കരയുമ്പോൾ നമ്മുടെ ഷോൾഡേഴ്സ് ഒന്ന് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു ഫ്രണ്ട് കരയാൻ വേണ്ടി നമ്മുടെ ഒരു ഷോൾഡർ കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്ന് ഭയങ്കരമായിട്ട് വിലമതിക്കുന്ന കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിൽ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ. നമ്മളുടെ ചുറ്റും ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തും ബെറ്ററാണ്. ആൻഡ് വി ആർ കൺവേയിങ് ദാറ്റ് വി ആർ ഹോം ഫോർ യു. നമുക്ക് ശീലങ്ങളിലേക്ക് വരാം. ഒരു മാനസികപരമായിട്ടുള്ള ശീലങ്ങളിൽ എന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ, എന്തൊക്കെയാണ് മോശം ശീലങ്ങൾ? ശീലങ്ങൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ഫ്രം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആവുകയാണ്. റൈറ്റ് ഫ്രം നമ്മുടെ ഉറക്കം, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊടുക്കുന്ന ചോയ്സസ് ഉണ്ടല്ലേ, അതിനൊക്കെ നമ്മൾ ഓർക്കും ഇതൊക്കെ വലിയ പ്രാധാന്യം നിറഞ്ഞാണോ, ഏത് സമയത്ത് വേണേലും ഉറങ്ങിയാൽ എന്താ. പക്ഷേ ഇതെല്ലാം നമ്മളുടെ ആ ഒരു ബ്രെയിനും നമ്മളുടെ ആ ഒരു നെർവസ് സിസ്റ്റമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സസും പെതിയെ ആയിരിക്കും ഇത് നമ്മളെ ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്ഥിരം ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങുക, പ്രത്യേകിച്ച് നമ്മൾ ലേറ്റ് നൈറ്റിൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുക. അപ്പോൾ അവിടെയൊക്കെ അവിടെ നമുക്ക് കോംപ്രമൈസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെലറ്റോണിൻ എന്ന് പറയുന്നൊരു സെക്രീഷൻ്റെ ആ ഒരു സെക്രീഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കും. പ്രത്യേകിച്ച് ഒരു 11 o'clock to 2 o'clock എന്നൊക്കെ പറയുന്നത് ശരിക്കും ആ ഒരു ഡാർക്ക് ടൈം, ആ ഒരു രാത്രി ആവുമ്പോൾ നടക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ തടസ്സം ചെയ്യുകയാണ്. അപ്പം ഇത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്കൊരു പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് സൈക്കിൾ കിട്ടുന്നില്ല. അപ്പോൾ നാച്ചുറലി നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടുവാണ്. അപ്പോൾ ഇത് പ്രൊലോങ്ഡ് ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾക്ക് ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയിലാവുന്ന ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും സ്ട്രെസ് കൂടുകയാണ്, ഡിപ്രഷനിലേക്കുള്ള പോകാനുള്ള സാധ്യത കൂടുകയാണ്. അങ്ങനെയൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ചോയ്സസ് ചെയ്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പല സിംറ്റംസിലേക്കും പോവുകയാണ്. ചോദിക്കുമ്പം അല്ലെങ്കിൽ നോക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു ചെറിയ സ്റ്റെപ്സ് ഒന്നും ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡുണ്ട്, എക്സസൈസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. നമ്മൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡെയിലി നമ്മൾ ഒരു ഫിസിക്കലി ആക്റ്റീവ് ആവാൻ കൊടുക്കുന്ന ആ ഒരു ഡെയിലി ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നും വേണ്ട, രാവിലെ ബെഡ് ഒന്ന് നീറ്റായിട്ട് വിരിക്കാൻ എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് പോലും ഫസ്റ്റ് ആയിട്ടുള്ള അക്കംപ്ലിഷ്മെൻ്റ് ആയി മാറുകയാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സസും ലിറ്ററലി നമ്മളുടെ ബോഡിയുമായിട്ടും മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് കൊണ്ടുവരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി അത് നമുക്കൊരു മോട്ടിവേഷൻ അല്ല ഫസ്റ്റ് വരുന്നത്, ഫസ്റ്റ് ഈ ഡിസിപ്ലിനാണ് ഉണ്ടാവട്ടെ. ഈ ഡിസിപ്ലിനാണ് മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ചെയ്യാൻ തോന്നിയാലും ചെയ്തില്ലെങ്കിലും ആസ് എ പാർട്ട് ഓഫ്, ചെയ്യാൻ തോന്നിയാലും തോന്നിയില്ലെങ്കിലും ആസ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ ഐ എം ഡൂയിങ് ദിസ്. അങ്ങനെ ഒരു ഡിസിപ്ലിനോട്ട് വരുവാണെങ്കിൽ നമുക്ക് തനിയെ ഈ മോട്ടിവേഷൻ വരാനുള്ള ഹോർമോൺസ് നമ്മളുടെ ബ്രെയിനിൽ വന്നിരിക്കും. അതുപോലെ നമ്മളുടെ ഇമോഷൻസ് റെഗുലേറ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബെറ്റർ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ടീനേജ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 14+ അല്ലെങ്കിൽ 35+ ആയിട്ടുള്ള ലേഡീസും ജെൻസും അവർ വർക്കൗട്ടുകൾ ചെയ്യുന്നു, അവർ ബോഡി കറക്റ്റ് ചെയ്യുന്നു, ഡ്രസ് കോഡുകൾ മാറ്റുന്നു. ഈ ശീലങ്ങൾ 40+ലാണോ തുടങ്ങേണ്ടത്, അതോ ചെറുപ്പം മുതലേ തുടങ്ങണോ? ചെറുപ്പം മുതലേ തുടങ്ങുകയാണെങ്കിൽ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യും. ആ 30-40+ലായിരിക്കും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് പലതും നഷ്ടമായി. ഈ നഷ്ടത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ നമ്മളുടെ മൊബിലിറ്റി പോലും
അഫക്റ്റഡ് ആയി തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി. അപ്പോഴായിരിക്കും നമ്മൾ ഈ ചോയ്സസ് തിരുത്താൻ തുടങ്ങുന്നത്. അത് തിരുത്തല. അപ്പം അതിന് പകരം നമ്മളൊരു പ്രൊട്ടക്ഷൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പോലാണ് നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു ഡിസിപ്ലിനിൽ ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ ഈവൻ പ്രായമുള്ളവർ പോലും ആ ഏജ് എത്തുമ്പോൾ ആ ഒരു ആക്റ്റീവായിട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പ്രായമാവില്ല. അതൊരു എന്താ പറയുക, അത് കട്ട് ഓഫ് ചെയ്യുന്ന പോലാണ്. പ്രത്യേകിച്ച് ആ ഒരു ഏജിങ് നടക്കും, ഒരു നമ്പർ വൈസ് ഏജിങ് നടന്നാലും ആ സിംറ്റംസ് ആ ഒരു ഗ്രേസ്ഫുള്ളി ഏജ് ആവുന്ന പോലെ, അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ചലഞ്ചസ് കുറയാണ്, മൊബിലിറ്റി ഇഷ്യൂസ് കുറയാണ്, ആ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളവരും അല്ലാത്തവരുടെയും ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഏകാന്തത എങ്ങനെയാണ് മാനസികപരമായിട്ട് അവർക്കൊരു ഊർജ്ജം നൽകുക? ഇതിനെനിക്ക് തോന്നുന്നു ഏകാന്തതയും ആ ഒരു സോളിറ്റ്യൂഡും തമ്മിലൊന്ന് അതൊന്ന് വേർതിരിച്ച് കാണേണ്ട ഒരു ആവശ്യമാണ്. അതായത് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അത് മാറിയിരിക്കാൻ, ഒന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഏകാന്തതയാണ്. ഓക്കെ, അത് എനിക്ക് എൻ്റെ ഒരു മീ ടൈം എന്നുള്ള രീതിയിൽ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സോളിറ്റ്യൂഡ്. അത് തീർച്ചയായിട്ടും നമ്മളെ പല ബേൺ ഔട്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണം അങ്ങനെ ഒരു ടൈം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി നമ്മൾ അത്തരത്തിലൊരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കും. ഒരു പ്രത്യേകിച്ച് ബേൺ ഔട്ടായിട്ടുള്ള ഇതിൽ നിന്ന് ഒരു എക്സോസ്റ്റഡ് ആവുന്നതിന് പോവാതെ നമ്മൾ രക്ഷിക്കും. എന്നാൽ ഈ ഏകാന്തത എന്ന് പറയുമ്പം അവിടെ ഒരു ബന്ധമില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ഒരു ഒറ്റപ്പെടലാണെങ്കിൽ അത് ശരിക്കും ഒരു പ്രൊലോങ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് വേർതിരിച്ച് കാണുകയും വേണം. ചിലർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു സ്വസ്ഥമായിട്ടൊരു ഇത് വേണമെന്ന് പറഞ്ഞു. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് യഥാർത്ഥമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമില്ല, ഞാൻ ഏകാന്തത അനുഭവിക്കുകയാണെന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾക്കൊന്ന് വേർതിരിച്ച് കണ്ടാലേ നമുക്ക് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ കുഴപ്പങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ദോഷമാണ് ചെയ്തത് പ്രൊലോങ്ഡ് ആണെങ്കിൽ. നമുക്ക് മറ്റേന്ന് പറയുന്നത് നമുക്കത് വേണം. ചിലപ്പോൾ ഈ ടൈം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് ടൈം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ബാധിക്കപ്പെടും. ഒന്ന് ചിന്തിച്ചാൽ ചുമ്മാതെ നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര ഐഡിയാസ് കിട്ടുന്നത് അല്ലേ. ചിലപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചിന്തിക്കാൻ നോക്കുമ്പോൾ ഒരു ഐഡിയാസും കിട്ടത്തില്ല. പക്ഷേ ചിലപ്പോൾ കുളിക്കുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു ഒരു സെറ്റിൽ ഡൗൺ ആവുന്ന ടൈമിലായിരിക്കും പെട്ടെന്ന് ഒരു ഐഡിയ ഭയങ്കരമായിട്ട് ക്ലിക്കാവും. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിന് ആവശ്യം. ഈ ടൈം നമുക്കില്ലാതെ പോകുന്നതാണ് ശരിക്കും ഈ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും ഇപ്പം വരാതെ പോകും. അപ്പം ഇത്തരത്തിൽ പക്ഷേ ഈ ടൈമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുക, ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കോംപ്രമൈസ്ഡ് ആവാം. അപ്പം നമ്മൾ ഓർക്കും റെസ്റ്റ് എടുക്കുകയാണ്, പക്ഷെ റെസ്റ്റ് അല്ല, നമ്മൾ സ്റ്റിമുലേറ്റീവാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ നടക്കുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ബോറടിപ്പിക്കാൻ അനുവദിക്കണം. കുറച്ച് ടൈം ഇൻറ്റൻഷനലി ബോറടിപ്പിക്കാൻ വേണ്ടി കൊടുക്കണമെന്നത്. കാര്യം ഈ ബോറടിക്കുന്ന സമയത്തായിരിക്കും അവർ ചിന്തിച്ചു തുടങ്ങും. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വൺ ആഫ്റ്റർ ദ അതർ ഓരോ ആക്ടിവിറ്റിയിലേക്ക് മാറി ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ക്രീൻ ടൈമും കൂടെ, അല്ലെങ്കിൽ അങ്ങനെ അവരെ ബോറടിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്ന് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും അവർക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള പ്രോബ്ലം സോൾവിങ്, ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ നമ്മൾ അവരിൽ നിന്ന് ഇല്ലാതാക്കുക. സോ ഇൻറ്റൻഷനലി നമ്മൾ കുറച്ചൊക്കെ സമയങ്ങൾ അങ്ങനെ വെക്കുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് നമുക്കും. ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മളൊരു ലോൺലെസ് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിരിക്കണം, അല്ലെങ്കിൽ ഏകാന്തതയാണ് നല്ലതെന്ന് തോന്നുന്നതിൻ്റെ റീസൺ എന്താണ്? അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പുമായിട്ടും അത് വേരി ചെയ്യും. ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവർക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് ചിലപ്പം. അവരെ സംബന്ധിച്ചോളം അവരുടേതായിട്ടുള്ള വേൾഡ് ഭയങ്കര കംഫർട്ടബിൾ, അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പം അത്തരത്തിൽ അവർ എൻജോയ് ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥത എന്ന് ഫീൽ ചെയ്യുന്നതും റിഫ്രഷ്ഡ് ആവുന്നതും അവരുടെ ആ ഒരു ഏകാന്തമായിട്ടുള്ള ടൈമിലാണ്. എന്നാൽ നേരെ തിരിച്ച് എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ അവർക്ക് 4 പേരെ കണ്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവരുടെ കെമിക്കൽ ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ വ്യക്തിത്വം മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസസ്, ഈവൻ സോളിറ്റ്യൂഡിലുള്ള എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ പ്രിഫറൻസുകൾ മാറും. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. ചിലപ്പം എനിക്ക് ആരും ഇല്ലാഞ്ഞിട്ടാണോ, റിയലായിട്ട് കണക്ട് ചെയ്യാൻ ആരും ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ചാലും എൻ്റെ ഒരു ഹൃദയം തുറന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഞാൻ ചിലപ്പം രണ്ടാമത് അത്
പറഞ്ഞെന്ന് വരത്തില്ല എൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാൻ വിഡ്രോണം. അപ്പോൾ അതുകൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്, അതോ എനിക്ക് ആ ഒരു ടൈം എൻ്റെ ഒരു ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ മാറി നിൽക്കുവാണോ? ഇത്തരത്തിൽ നമ്മൾ ആ വൈനെ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ഡിപ്രഷനിലായിട്ടുള്ള ആരെങ്കിലും വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ മാമിന് ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അതിനുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഇപ്പം മെഡിസിൻസ് വേണ്ടതാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകണം. അത് തന്നെ നമ്മളൊരു ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഇപ്പോൾ ഇതൊരു കോമൺ ടേം ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ എല്ലാം ക്ലിനിക്കലി ഒരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുന്നതും അല്ല. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നമ്മൾ തിരിച്ചറിയണം, ശരിക്കും അവർ ഡിപ്രഷൻ തന്നെയാണോ അതോ ഒരു സാഡ്നെസ് ആണോ, ഒരു കാര്യത്തിലൂടെ പോകുമ്പോൾ ഒരു ട്രോമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ. അപ്പോൾ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽസും മാറും. അപ്പം ചിലർക്ക് ചിലപ്പോൾ മെഡിസിൻസിലൂടെ മാത്രമേ ആ ഒരു ഇംബാലൻസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, തെറപ്പീസ് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നീഡിനനുസരിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക വേണ്ടി. റെസിലിയൻസ് ഇപ്പോൾ ജീവിതങ്ങളിൽ എല്ലാവരും പരാജയപ്പെടുന്ന ആൾക്കാരാണ്, തോറ്റ് ജയിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. ഇതിനെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും റെസിലിയൻസ്? ഈ തോറ്റ് ജയിക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ആദ്യത്തെ ഒരു തോൽവി വരുമ്പോഴേ എൻ്റെ ജീവൻ തീർന്നു, ഇനി എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ചിന്ത, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലത്. ഓരോരോ അവരുടെ യാത്രയിൽ വന്നു പോയിട്ടുള്ള പല അനുഭവങ്ങൾ കാരണം അവർ ഈ ഒരു പോയിന്റിൽ എത്തുന്നതാണ്. അപ്പോൾ ചിലർക്ക് ഈ പറയുന്ന പോലെ ഒരു കമ്പാരിസൺ ആയിരിക്കാം, മറ്റുള്ളവരുടെ അത്ര എനിക്ക് പറ്റുന്നില്ലല്ലോ, ആ ഒരു പെർഫോമൻസ് ഒരു കമ്പാരിസൺ വരുമ്പോൾ അവർക്ക് ഒരു കോംപ്ലക്സ് വന്നിട്ട് ഇനി എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു പരാജയത്തെ പേടിച്ച് അവരൊരു അറ്റംപ്റ്റ് പോലും നടത്തത്തില്ല. ആ ഒരു ചിന്ത ചോദിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഇവരൊരു പാനിക് അറ്റാക്കിലേക്ക് പോകുന്നുണ്ട്. ഇനിയും ഇത് പ്രഷർ വരുന്നത് തന്നെ പല മേഖലകളിലൂടെ. ഒരു പ്രഷർ വരുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വന്ന് പറഞ്ഞത്, എൻ്റെ ടീച്ചർ പറഞ്ഞു 100% ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് മുതൽ ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ആവണം. കുഞ്ഞിന് ആ പരീക്ഷ എടുക്കുന്നതെന്ന് പറയുമ്പോഴേ ഒരു പാനിക് അറ്റാക്കിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ അൺനെസസറി ആയിട്ടൊരു പ്രഷർ അതിനെ താങ്ങാൻ പറ്റുന്നില്ല. ഇനിയും ഇപ്പോഴത്തെ കാലത്തിലെ പേരൻസിൻ്റെ സൈഡിൽ നിന്നും രണ്ട് രീതി വരും. ഇപ്പം ചിലരെന്ന് പറയുമ്പം ആദ്യമേ അവർക്ക് അറിയേണ്ടത് മറ്റു കുഞ്ഞുങ്ങളുടെ മാർക്കാണ്, അവർ ജയിച്ചോ, അവരൊക്കെയാണോ, അവരെക്കാളും കിട്ടിയോ, അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നതുകൊണ്ട്. ഇനി അതല്ലാതെ ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു നീ എത്ര മാർക്ക് മേടിച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാത്ത ഒരു രീതി കൊണ്ട് ഒന്ന് അവർ പേടിച്ചിട്ടുമാണ്. ഇനി എങ്ങാനും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പോക്ക് കാരണം അവർക്ക് പേടിയുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രഷറും ഉണ്ടാവേണ്ട, നിനക്ക് പറ്റുന്ന പോലെ മതി. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. ഓക്കെ, അവർ തന്നെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ അവരെ പറ്റി കൊടുക്കുക. ഞാൻ ഇത്രയൊക്കെ ആണ്, അത് എനിക്ക് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വാല്യൂ അവിടെ പോകും. അവർ കൊടുത്തിരിക്കുന്ന ആ വേർത്ത് അതിനകത്താവുമ്പോഴത്തേന് അവർ ഉദ്ദേശിക്കുന്ന ഔട്ട്കം ഉണ്ടാകുമ്പോഴത്തേന് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഔട്ട്കം ഉണ്ടാകുമോ എന്ന് ഓർത്ത് അവർക്കൊരു പേടി കാരണം പാനിക്കിലേക്ക് പോകുന്നു, വിഡ്രോൺ ആവുന്നു, ഈവൻ സൂയിസൈഡിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ചെറിയൊരു മൈനർ തോട്ട് മതി. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈവൻ പാരൻറ്റിങ്ങിൽ പോലും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു മേഖല എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തെ അവരുടെ പെർഫോമൻസിന് കൊടുക്കുന്ന ഒരു ഹൈപ്പുണ്ട്. ഇപ്പം കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ വന്നൊരു കളർ അടിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും നീ ഭയങ്കര ഒരു സംഭവമാണ്, സൂപ്പർ, യു ആർ ദിസ് എന്ന് പറഞ്ഞുള്ളൂ. ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു വ്യക്തിനെ നമ്മൾ കണ്ടമാനം ഫോക്കസ് ചെയ്ത് യു ആർ സംതിങ് എന്നുള്ളത് വരുമ്പോഴത്തേന് ഞാനെന്തോ ഒരു സംഭവം കേട്ടോ, അങ്ങനെ ഒരു ഇൻഡയറക്ട്ലി ഞാൻ ഇതാണ് പെർഫോമൻസ് ബേസിൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ ഐഡൻറ്റിറ്റീനെ അങ്ങ് അടിസ്ഥാനമാക്കുക. അപ്പോൾ ഈ പെർഫോമൻസിനോ അല്ലെങ്കിൽ ഇതിനനുസരിച്ചുള്ള കോംപ്ലിമെൻറ്റോ വന്നില്ലെങ്കിൽ ഞാൻ തകരുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോകണം. ചെറുപ്പം മുതലേ ഈ കുഞ്ഞ് വളരുമ്പം മുതലേ പ്രത്യേകിച്ച് നമ്മൾ അവരുടെ എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷേ നീ ഇന്ന കാര്യത്തിൽ എടുത്ത ഒരു ക്രിയേറ്റിവിറ്റി എന്നല്ല, നീ കണ്ട രീതി കൊള്ളാം. അങ്ങനെ അത്തരത്തിൽ നമ്മൾ അവരെ എഫേർട്ടിനെ അവരെടുത്ത് ചിന്തിച്ച രീതിനെയൊക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതലും ആ കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, രാദർ ദാൻ അവരുടെ ആ ഒരു ഫൈനൽ ഔട്ട്കത്തിനേക്കാളും ആ ഒരു പെർഫോമൻസ് ഇതിനേക്കാളും നമുക്ക് അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് ട്രെയിൻഡ് ആവുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വലുതാവും തോറും ഈ അമ്മയുടെ കോംപ്ലിമെൻറ്റ് നിലനിർത്തണമെങ്കിൽ ഞാൻ പെർഫോം ചെയ്തേ പറ്റും. അമ്മയുടെ മുമ്പിൽ എനിക്കൊരു സംഭവമാണെങ്കിൽ പേരൻസ് അപ്രീസിയേഷൻ കിട്ടുന്നത് ഈ ഒരു ഹൈ ലെവൽ പെർഫോമൻസ് ഉള്ളപ്പോൾ മാത്രമാണെങ്കിൽ ഇത് കുഞ്ഞുങ്ങളിൽ ഞാൻ എന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ആ പ്രഷർ ഭയങ്കരമാവും, എക്സ്പെക്റ്റേഷൻ ഭയങ്കരമാവും.
ഈ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പ്രഷറൈസ്ഡ് ആവും. അപ്പോൾ ആ കുഞ്ഞിന് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമോ. അതുപോലെ തന്നെ നമ്മൾ കുറേയും കൂടെ ആ വ്യക്തിനെ ചെറിഷ് ചെയ്യാൻ തുടങ്ങും. കുഞ്ഞുങ്ങളെ ആസ് എ പേഴ്സൺ റാദർ ദാൻ വാട്ട് ദേ ഡു, ഹൂ ദേ ആർ, അവരെന്താണ്, അവരെന്ത് ചെയ്യുന്നു, അവരിൽ നിന്നുണ്ടാവുന്ന അതിനേക്കാളും എല്ലാം അപ്പുറം അവരുടെ ആ വ്യക്തിത്വത്തെ ഒക്കെ നമ്മളൊന്ന് ചെറിഷ് ചെയ്യും, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വാലിഡേറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ കുറേ കൂടെ പെർഫോമൻസ് ബേസ്ഡ് അല്ലാതെ ഇവർ ട്രെയിൻഡോ. അതിനപ്പുറം ഇവരുടെ മാർക്സോ ഇവരുടെ ഗ്രേഡോ അതിനെല്ലാം അപ്പുറമായിട്ട് ഇവരെ ഞാൻ സ്നേഹിക്കുന്നു, യു ആർ ലവ്ഡ് ബിയോണ്ട് ഓൾ ദിസ്. അപ്പോൾ അത് ഒരു പക്ഷേ കുഞ്ഞിനെ വളരുമ്പം തൊട്ടേ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യം കൂടെ. അവർ മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോഴേ മാത്രമേ ഉള്ളൂ നമുക്കൊരു അറ്റൻഷൻ. അത് അവരുടെ ഫെയിലിയറിലും അവർ ഇടയ്ക്കൊക്കെ അവരുടെ ലൈഫിൽ വന്ന എക്സ്പീരിയൻസസിൽ ഓരോന്നും ഏറ്റക്കുറച്ചിൽ വരുമ്പം നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ബേസ്ഡ് ആയിട്ടാണ് അതിനെ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു പരാജയം കൊണ്ട് വന്നാൽ എന്തായിരിക്കും വീട്ടിലെ സീൻ, അപ്പോഴും എന്നെ അവർക്ക് ഇഷ്ടമാണോ, തോറ്റാലും ചേർത്ത് നിർത്തുക, തോറ്റാലും ഞാൻ വാലിഡ് ആണോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു കുഞ്ഞ് വളരുന്ന സമയത്തെ നമ്മളത് ചെയ്യുമ്പോഴാണ് അവർക്ക് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലോ ആ ഒരു ഹൈ പ്രഷർ വരുന്ന സമയത്ത് ചിലരുണ്ട് 10ലും 12ലും ആകുമ്പോഴായിരിക്കും ഫുൾ ഫോക്കസ്, ഇതുവരെ ഇല്ലാത്ത അറ്റൻഷൻ ആയിരിക്കും അവിടെ. അപ്പോഴത്തേന് അവർക്ക് ആ ഒരു പ്രസൻസ് പോലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ വരിക. 9 വരെ അമ്മയെ കാണാനേ ഇല്ലായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേന് പിന്നെ നാട്ടുകാർക്കും അറിയണം, വീട്ടുകാർക്കും അറിയണം എന്താണ്. അതുപോലെ അതുവരെ ഇല്ലാഞ്ഞവർ ഞാൻ നിനക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ അവധിയെടുത്ത് നിൻ്റെ കൂടെ ഇരിക്കുക, അവർ നോക്കുമ്പോൾ ഭയങ്കര എഫേർട്ട് എടുക്കുന്നത്. പക്ഷെ കുഞ്ഞിന് ഈ പ്രസൻസിനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അതിപ്പോൾ ഇതുവരെ ഇല്ലാഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് ഈ കൊച്ചിന് കൈകാര്യം ചെയ്യാനും അറിയാതെ വരുവാണ്. അപ്പം നമ്മളൊരു നോർമലായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞിലെ മുതലേ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പരിധിക്കപ്പുറം നമ്മളിവരെ ഹൈലി റെസിലിയൻ്റ് ആയിട്ട് വളർത്താൻ പറ്റും. ഈ കണക്ഷനാണ് റിയലി മാറ്റർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ ബോണ്ടിങ്, ഈ കണക്ഷൻ ഇല്ലാതെ നമ്മളിവരെ കറക്റ്റ് ചെയ്യാൻ പോയാൽ പോലും സക്സസ്ഫുൾ ആവത്തില്ല. സോ ചെറുപ്പം മുതലേ നമ്മൾ കണക്റ്റഡ് ആണ്. ഈ കണക്ഷൻ നമ്മളെല്ലാ പ്രായത്തിനും അനുസരിച്ച് നമ്മളൊന്ന് അതിൻ്റേതായിട്ടുള്ള ഡൈനാമിക്സ് മാറുമായിരിക്കും. ചിലപ്പോൾ ഒരു 2 വയസ്സുള്ള കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആവുന്ന പോലല്ല നമ്മളൊരു മുതിർന്ന ഒരു കൗമാരക്കാരനുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. പക്ഷേ ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ രീതികളും മെത്തഡോളജിയും മാറിയാലും ഈ ബന്ധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ ഇങ്ങനെ ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. സോ ഒന്നുമില്ലെങ്കിലും ഈ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പേരൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവർ അവരുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടും ഒരു സാധാരണ ലെവലിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നല്ല ഒരു മനസ്സിൻ്റെ ശക്തിയോടെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാര്യം എന്തൊക്കെ പറ്റിയാലും എനിക്കൊരു ഒരാളുണ്ട്, ഒരു താങ്ങുണ്ട്. ഞാൻ തോറ്റിട്ട് വന്നാലും ഞാൻ വീട്ടിൽ എനിക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഞാനെന്ന വ്യക്തിത്വത്തിന് അതിനെ ബാധിക്കുന്നില്ല. പിന്നെ എനിക്കൊരു നെക്സ്റ്റ് ചാൻസിൽ എനിക്ക് ഓവർകം ചെയ്യാം. അങ്ങനെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ റാങ്കോ നമ്മുടെ മാർക്കോ അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വ്യക്തിത്വത്തെയും ഡിഫൈൻ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഭയങ്കര റാങ്ക് കിട്ടി, പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു കരിയറിലേ അല്ലായിരിക്കും നമ്മളിരിക്കുന്നത്. നമ്മളുടെ പർപ്പസ് അവിടെ ആയിരിക്കത്തില്ല. അപ്പം ഇത്തരത്തിൽ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന പല മറ്റ് ഘടകങ്ങളൂടുണ്ട്. അതൊറ്റ റാങ്കിലോ ഒരു മാർക്കിലോ മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ അങ്ങനെയും കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നീ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ മേടിക്കുന്ന ഒരു മാർക്ക് മാത്രമല്ല, അതല്ല നിൻ്റെ ഡെഫിനിഷൻ. നീ എന്ന വ്യക്തി അത് മാത്രമല്ല. അത് ഒരു നിനക്ക് നല്ലൊരു അതിനെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മളെന്ന വ്യക്തിത്വത്തിൻ്റെ ഡെഫിനേഷൻ അതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നുള്ളതും, അതുപോലെ ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ എന്നുള്ള മെസ്സേജസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതും, മോർ ഓവർ നമ്മൾ ഈ കണക്റ്റിംഗ് ദ ഡോട്ട് പോലെ ഇപ്പം നമ്മൾ ആദ്യമേ ഈ 1, 2, 3 എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ആ കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇത് എന്തോ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് അല്ലേ. ഇതുപോലെയാണ് നമ്മളുടെ ഇയർലി മൈൽ സ്റ്റോൺസ്. നമ്മൾ ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പാസ്സാവുന്നത് ചിലപ്പോൾ 4ാമത്തെയോ 5ാമത്തെയോ ഒക്കെ ഒരു കുത്തായിരിക്കും. പക്ഷെ അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിലേക്ക് പിന്നെ കടക്കുമ്പോഴാണ് ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്തായി തീരുന്നെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ പോയിന്റ് ചിലപ്പോൾ ഒരു സെൻസും ഉണ്ടാക്കത്തില്ല. എന്തിനാ ഞാൻ ഇപ്പോൾ ആരോ പറഞ്ഞതുപോലെ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ നമ്മൾ പഠിച്ചു, പക്ഷെ ഇപ്പം തീറ്റ മാത്രമേ കൂടുതലുള്ളൂ, ബാക്കിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് അതൊരു തമാശയ്ക്ക് പറഞ്ഞ. പക്ഷേ
പല കാര്യങ്ങളും നമ്മൾ ആ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം പഠനം പോലും നമ്മൾ അറിയേണ്ടത് ചില സബ്ജക്ട്സ് ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും, പക്ഷെ ആ സബ്ജക്ട്സിലുള്ള അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് തന്നെ. ചിലപ്പോൾ അത് നമുക്ക് അപ്പം യൂസ്ഫുൾ അല്ലായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് യൂസ്ഫുൾ ആയില്ലെന്നും വന്നേക്കാം. പക്ഷേ ആ മേഖലയിൽ നമ്മൾക്കുള്ള അറിവ് നേടുവാൻ വേണ്ടിയാണ് നമുക്ക് ഓരോ സബ്ജക്ട്സും എക്സ്പോസ് ആക്കി തരുന്നത്. അപ്പം ഈ പഠനത്തിൻ്റെ ഒരു മേഖല തന്നെ, വൈ ആർ വി സ്റ്റഡിങ് തന്നെ ഒന്ന് ചിന്തിച്ചാൽ, ഒരു മാർക്ക് നേടാനോ ഒരു റാങ്ക് നേടുന്നതിനപ്പുറം അറിവ് നേടാൻ ആ വൈ ഫസ്റ്റ് സെക്യൂർ ചെയ്യുക. രണ്ടാമത് നമ്മൾ ഈ കണക്റ്റിംഗ് ദ ഡോട്ട് പോലെ ആദ്യത്തെ കുറച്ച് ഡോട്ടുകളിൽ മാത്രമേ നമ്മളാവുന്നുള്ളൂ. നമ്മുടെ ലൈഫ് ഇനിയും പൂർത്തീകരിക്കാനും ഇനിയും മുമ്പോട്ട് പോകാനുള്ളതുമാണ്. സോ ഏതെങ്കിലും മേഖലകളിൽ നമ്മളൊന്ന് ആദ്യത്തേതോ രണ്ടാമത്തെയോ ആ കുത്തുകൾ യോജിക്കുന്നതിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല, നമ്മൾ പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മുടെ മുമ്പോട്ടുള്ള സാധ്യതകളുടെ ഇല്ലാതാക്കൽ. ഒന്ന് ഹോൾഡ് ഓൺ ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഇനി റിവീൽഡ് ആവാനുണ്ട്. യുവർ സ്റ്റോറി ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഓരോ പരാജയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതായിരിക്കണം നമ്മളുടെ മനസ്സിനോടും പറയേണ്ടത്. ജസ്റ്റ് ഹോൾഡ് ഓൺ. നമുക്ക് ഇനിയും നമ്മളിപ്പോഴും ശ്വാസം വിടുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പർപ്പസ്. അങ്ങനെ അതുപോലെ തന്നെ ഈ റെസിലിയൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കുണ്ടായ അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അപ്പം ഒരു ഇരയായിട്ട് നമ്മളതിനെ കാണാം. നമുക്ക് ഓക്കെ ഇന്ന കാര്യങ്ങൾ എന്നിൽ സംഭവിച്ചു, പക്ഷെ അതിനപ്പുറം നമ്മൾ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ, ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ, ആ കഥയെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അതിനെ ഒന്ന് തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കുമല്ല, അതിൽ നിന്നകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്ത് വന്നു, ഞാൻ എങ്ങനെ അതിനെ ജീവിച്ചു, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു ട്രോമയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും അതിനെ എങ്ങനെ ജീവിച്ചു, അതിനെ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള രീതിയിലൂടെ ഞാൻ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു കഥയുണ്ട്, എൻ്റെ ഒരു അനുഭവമുണ്ട് അല്ലേ. പ്രശ്നം നടന്നു, അവിടെയാണ് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ആവുമോ അതോ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് ആവുമോ എന്നുള്ളത്. ഓക്കെ, ഒരു ട്രോമ നടന്നു, പോസ്റ്റ് ട്രോമ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അവിടെ ഒരു റെസിലിയൻസ് ഉണ്ടാകുന്നത്, അതിനെ ഞാൻ കാണുന്നത് ഇങ്ങനെ ബാഡായിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ ലൈഫ് തിരിഞ്ഞു മറിഞ്ഞു, സംഭവിച്ചു, അതിന് ഞാനൊരു ഇരയായിരുന്നു, അത് സംഭവിച്ചു എന്നുള്ള ഒരു ഡെഫിനേഷൻ, ആ ഒരു ലെൻസിൽ കൂടെ മാത്രം കാണാതെ ആ അനുഭവത്തിൽ കൂടെ ഞാൻ എന്തായി മാറി, അതിൽ കൂടെ കടന്നു പോയി, പിന്നീട് അതിൽ കൂടെ പുറത്തു വന്ന ഞാൻ ഏത് വേർഷനാണ്, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അതിൽ നിന്ന് ഉണ്ടാവേണ്ട കുറേ ലെസൺസിലേക്കും കൂടെ ഞാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ശരിക്കും നമ്മൾ ട്രോമയുടെ ഒരു പെയിൻ ഇല്ലാതാക്കുമോ, അല്ലെങ്കിൽ ട്രോമ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യത്യസ്ത ഇതൊക്കെ ആക്കുമല്ല, പക്ഷേ ട്രോമ ഈസ് നോട്ട് ദ ലാസ്റ്റ് വേർഡ് എന്നാക്കുക, അല്ലെ ആ ഒരു സിറ്റുവേഷൻ അല്ല എൻ്റെ ലൈഫിലെ ലാസ്റ്റ് പോയിന്റ് എന്നുള്ളൊരു റീകൺസ്ട്രക്ഷനാണ് നമ്മളവിടെ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളാക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരു ബെറ്റർ വേർഷൻ, ഒരു സ്ട്രോങ്ങർ വേർഷനാണ് നമ്മുടെ പെയിനിൽ നിന്ന് നമ്മൾ പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ബിഗർ സ്റ്റോറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സെയിം ഇൻസിഡൻറ്റ്, പക്ഷെ ആ ഒരു പെയിൻ ആയിരിക്കത്തില്ല ട്രിഗർ ചെയ്യുന്നത്, നമ്മളൊരു വ്യത്യസ്തമായിട്ട് അതിനെ ഒരു അത്രയും ഇൻറ്റൻസിയോടെയും ഭയങ്കര ഒരു പെയിൻഫുള്ളായിട്ടായിരിക്കത്തില്ല നമ്മൾ നോക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു മച്ചുവേർഡായിട്ടുള്ള രീതിയിൽ വളർന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെ കാണാൻ പറ്റും. അത് അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ ലൈഫിൻ്റെ ഏതൊരു സിറ്റുവേഷനെ നമുക്ക് എംബ്രേസ് ചെയ്യാൻ പറ്റും. ലെറ്റ് ഇറ്റ് കം, ഞാൻ അതിനകത്തുനിന്ന് ഒരു ബെറ്റർ വേർഷനായിട്ട് പുറത്ത് വരാം, അതിനുള്ള അവസരം അത് അല്ലേ. അപ്പോൾ നമ്മളെ ശരിക്കും നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് രണ്ടും ഉണ്ട്, ഇതിനെ രണ്ടും എംബ്രേസ് ചെയ്ത് ഒരു മച്ചുവേർഡായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈനർ വേർഷനായിട്ട് പുറത്ത് വരുന്നത് അല്ലേ. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുന്നതും നമ്മളെ ബെറ്റർ ആക്കിയതും നമ്മുടെ ലൈഫിലെ ഒരു ഡൗൺസ് അല്ലേ, ഒരു പരാജയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഹാർട്ട് ബ്രേക്സ്, പെയിൻഫുൾ ആയിട്ടുള്ള പല മൊമെൻറ്റ്സും ആണ് ശരിക്കും നമ്മളുടെ ഒരു സ്ട്രോങ്ങർ വേർഷനെ വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിനെ ഒന്ന് കാണാൻ തുടങ്ങുകയാണെങ്കിൽ, നമ്മളുടെ സിറ്റുവേഷൻസിനെ വേറൊരു ലെൻസിലൂടെ നമ്മൾ അതിനെ ഒന്ന് റൈറ്റ് ചെയ്യാൻ, ഒരു കഥ തിരിച്ച് എഴുതുന്നത് പോലെ നമ്മളൊന്ന് ചെയ്താൽ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കുകയല്ല, ഉള്ളത് തന്നെ അതിൻ്റെ ഒരു വേറെ വേർഷനിൽ നമ്മളൊന്ന് ഉണ്ടാക്കുമ്പോൾ ദാറ്റ് മേക്സ് സെൻസ് ആൻഡ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഘടകം ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി. ഒരു സ്പിരിച്വാലിറ്റിയിൽ പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഒരു ബെറ്റർ ബിഗർ സ്റ്റോറിയും കൂടെ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളും അതിനകത്ത് ഒരു പവർ, പ്രത്യേകിച്ച് ദൈവം അനുവദിക്കാതെ അല്ല
ഹീ ഈസ് ഇൻ കൺട്രോൾ എന്നുള്ള ചിന്തയിലൂടെ ഞാൻ കണ്ടു തുടങ്ങുകയാണെങ്കിൽ വേറെ ഒന്നിലും എന്നെ അൺസ്റ്റോപ്പബിൾ ആവുകയാണ്. ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ് ദർ ഇസ് എ പേർപ്പസ്. അതിപ്പോൾ എനിക്ക് സെൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി വിത്ത് ടൈം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. ഇങ്ങനെ പല രീതിയിൽ നമുക്കൊരു ആങ്കർ തരുന്നതും കൂടാണ്, നമ്മളെ ഒന്ന് നമ്മുടെ സോളിനെ ഒന്ന് പിടിച്ചു നിർത്തുന്നതും കൂടാണ് ഒരു ആത്മീയതയിലേക്കൂടെ നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒന്ന് ഒരു ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബെറ്റർ വേർഷനിൽ നിർത്താനും കഴിയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഈ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ജെൻസി റിയലായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാൻ ആ ഒരു ട്രെൻഡ് കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക്, പ്രത്യേകിച്ച് ഞാനൊരു റിലീജിയൻ എന്ന് പറയത്തില്ല, ഇപ്പോൾ റിലീജിയൻ ശരിക്കും ഒരു സ്ട്രക്ചർ തരും, പക്ഷേ അതിനേക്കാളും യഥാർത്ഥമായിട്ടൊരു റിയൽ കണക്ഷൻ, ആ ഒരു റിയൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ആ ഒരു ട്രൂത്ത് സീക്ക് ചെയ്യുന്നവരാണ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിലെ തലമുറ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ച് അവർ തന്നെ സെൻസ് ചെയ്യുക, അവർ തന്നെ ഓരോ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാകുന്നുണ്ട് എങ്ങനെ ഈ ഒരു സ്പിരിച്വാലിറ്റി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷനിലും ഒരു ഹ്യൂമൻലി ആയിട്ട് അവർക്ക് പീസ് കണ്ടെത്താൻ പറ്റാത്ത സിറ്റുവേഷനിലും ഇങ്ങനെ ഒരു ആങ്കർ ഉള്ളത് അവരുടെ ലൈഫിൽ ബെറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു പവർ അവരത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിനെ വെല്ലാനൊന്നും പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ലൈഫ് സ്റ്റേജസിലും ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈവൻ ഡെത്ത് പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ ഒരു സ്പിരിച്വലി ഉള്ള ഒരു വ്യക്തി മരിക്കുന്നത് പോലും ഡിഫറെൻ്റാണ്. ആ ഒരു ഡെത്ത് മൊമെൻറ്റ്സ് പോലും കണ്ടു നിൽക്കുന്നവർക്ക് പോലും അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും, എന്തുമാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഡെത്തിനെ ഫേസ് ചെയ്യുന്നതെന്നുള്ളത്. അത്ര സുഗമമായിട്ട് ഫേസ് ചെയ്യുന്നത് റിയലായിട്ട് ഈ ഒരു കണക്ഷൻ, ഈ ഒരു ക്രിയേറ്ററുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി ആ ക്രിയേറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നത് അത്ര ഒരു ഹൈ ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചോളം. ഒരു ഭയത്തിൻ്റെ ഒരു നിരാശയുടെ അല്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ, ക്രിയേറ്ററുമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അതൊരു എന്താണ് എന്ന് പോലും അറിയാതെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലും ആവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ആ ഒരു നിയർ ലൈഫ്, ആ ഒരു ഡെത്ത് എക്സ്പീരിയൻസ് കാണുന്നവരുടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ആ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ലൈഫ്. ആഫ്റ്റർ ആ ഒരു ഡെത്തിലോട്ട് പോകുന്ന സമയം എല്ലാം അത് ഇങ്ങനെ പ്രൂവ് ചെയ്യുന്ന കാര്യം വിത്ത് എവിഡൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് തീർച്ചയായിട്ടും നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. വി നീഡ് ഗോഡ്, വി നീഡ് പീപ്പിൾ, വി നീഡ് ഗോഡ്. ആ ഒരു ഹ്യൂമിലിറ്റി. നിസിമ, ഇത് കറക്റ്റ് മാമിൻ്റെ ഈ കൗൺസിലിംഗ് ഒക്കെ ഡീറ്റെയിൽ ഒന്ന് പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കൗൺസിലിംഗ് കൂടുതൽ ഇപ്പോൾ പല മേഖലകളിൽ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻറ്ററായിട്ടുള്ളത് ഇപ്പം പുതുപ്പള്ളി, കോട്ടയം, മാങ്ങാനം എന്ന് പറഞ്ഞ ഏരിയയിൽ സാമുവൽ നിലയം എന്നുള്ളൊരു സ്ഥാപനത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു കൗൺസിലിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് നേരിട്ട് കണ്ടും അല്ലാതെയും ഓൺലൈനായിട്ടും ഉള്ള സേവനങ്ങൾ ഇപ്പം ലഭ്യമാണ്. കേൾക്കാനും കേട്ടിരിക്കാനും ഒരാൾ വേണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട കുറച്ച് സമയങ്ങൾ നമുക്ക് തന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഉയർച്ചകളിലേക്കും ഒരുപാട് ആൾക്കാരുടെ കൈകൾ പിടിച്ച് ഉയർത്താനും കഴിയട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ഭാവങ്ങളും നേരെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ ഒരു ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.